ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് 17, ഇന്ന് ഓഗസ്റ്റ് 17-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണ്? ചിങ്ങം 1 ഇന്ന്. അപ്പം എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാനൊരു എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു മാസമായിരിക്കട്ടെ. ഈ ഒരു ചിങ്ങം 1 മുതൽ, ഈ ഒരു ദിവസം തുടക്കം മുതൽ എല്ലാവർക്കും നല്ല കാര്യങ്ങളെ നടക്കാനുള്ളത് ഞാൻ ആദ്യമായിട്ട് ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും, എല്ലാവരും ഇപ്പം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൂടെയൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവർക്കും എനിക്കുൾപ്പെടെ നല്ല കാര്യങ്ങൾ തന്നെ ഈ പുതിയ ഒരു മാസത്തിൽ, അങ്ങനെ ചിങ്ങമല്ലേ, അപ്പം നല്ല കാര്യങ്ങൾ മാത്രം നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നുണ്ട്. അപ്പം ആർക്കൊക്കെ കൈനീട്ടം കിട്ടി എന്ന് പറയണം കേട്ടോ ഈ കമൻറ്റിൽ. അപ്പം എനിക്ക് രാവിലെ ഒരു കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. ചാച്ചൻ എനിക്ക് കൈനീട്ടം തന്നു. അപ്പം ഇങ്ങനെ പോകുന്നു. ഇപ്പം റെഡിയായിട്ട് നിൽക്കുകയാണ്, ഡ്യൂട്ടിക്ക് പോകാനൊക്കെ ഉണ്ട്. എൻ്റെ വോയിസ് ക്ലിയർ അല്ലെന്ന് എനിക്കറിയാം കേട്ടോ. കാര്യം എനിക്ക് മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാനൊന്നും മേടിച്ചിട്ടില്ല. ഇനി അത് പുറകാലേ മേടിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ എൻ്റെ കൈ ഇതേണ്ടി ഇങ്ങനെ ആയിരിക്കുന്നു കേട്ടോ. ആ വെള്ളമൊക്കെ അതിനകത്ത് ഇത് കെട്ടിയിരുന്ന ആ വെള്ളമൊക്കെ വറ്റി ഒരെണ്ണം പൊട്ടി. ഈ ഈ ഭാഗത്തെ അത് തന്നെ വെള്ളം വറ്റിപ്പോയതാണ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ഇതേണ്ട ഇങ്ങനെ ഇരിക്കുന്നു. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഫോട്ടോയിലൊക്കെ കമൻറ്റൊക്കെ ഞാൻ കണ്ട് കൈക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എൻ്റെ പുറകെ ഞാൻ നടക്കുന്നതിൻ്റെ പുറകെ അതുകൊണ്ട് നടക്കുന്നുണ്ട്. അവൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് വരുന്നു. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഇവിടെ ചെടിയൊക്കെ നിൽക്കുന്നുണ്ടില്ലേ, ഇവിടെ ചെടിയൊക്കെ നിൽക്കുന്ന അതുകൊണ്ട് ഇവിടെ കയറിയിട്ട് താഴോട്ട് നോക്കുന്നുണ്ട്. ഇവിടെ അവൾക്ക് കഴിക്കാനുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 3ാമത്തെ നിലയാണ് കണ്ടോ, ഇത്രയും താഴ്ചയുണ്ട്. അപ്പോൾ നോക്കി ഇവിടെ കയ്യോ കാലോ എങ്ങാനും തെറ്റി അങ്ങനെ താഴെ പോയാൽ ഇപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ കണ്ട് 2 വഴക്കൊക്കെ കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. എന്താ അവൾക്ക് പിന്നെ കളിക്കാനുള്ള ഏരിയ ഉണ്ട്, ഇവിടെ കളിക്കാനുള്ള നല്ല ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥ, മഴക്കോളും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കിരുന്ന് ചായ കുടിക്കാനുള്ള സ്ഥലമുണ്ട്. റോസുമായിട്ട് പണ്ടേക്ക് കയറിയാണ് എത്തി നോക്കും. പക്ഷേ എന്നിരുന്നാലും അവൾക്ക് കാണാനൊന്നും പറ്റില്ല. എൻ്റെ മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇന്ന് അവളെ എടുത്തിട്ട് ഞാൻ കാണിച്ചു, ഇന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു മാസം ഞാൻ നേരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ എല്ലാവരും ഈ ഒരു മാസം നല്ല രീതിക്ക് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എനിക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, നല്ലതായിട്ട് വരണം, ആപത്തോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അപ്പം ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുന്നു. വീടൊക്കെ അത്യാവശ്യം സെറ്റൊക്കെ ആയിട്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. ഇനിയും എന്താ പറയുക, ഒന്നുകൂടെ നമ്മളൊന്ന് ഈ ഒരു വീടുമായിട്ട് നല്ലൊരു മിങ്കിളായി വന്നാലല്ലേ നമുക്ക് കൂടുതൽ ഇഷ്ടം വരുള്ളൂ. വന്ന് കയറി കുറച്ച് 1-2 ഒന്നല്ല, എത്ര ദിവസമായി, സത്യം പറഞ്ഞാൽ ഡേറ്റ് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇവിടെ വന്ന പിന്നെ നമ്മുടെ ഇവിടുത്തെ കലണ്ടറും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ നോക്കുന്നില്ല. ഇവിടുത്തെ കലണ്ടറും കാര്യങ്ങളൊന്നും നമുക്കൊട്ടും മനസ്സിലും ആവത്തില്ല. ഡേറ്റൊക്കെ ഇപ്പം ചിലരൊക്കെ ചോദിക്കാനകത്ത് ഡേറ്റൊക്കെ സെയിം തന്നെ അല്ലേ, പക്ഷേ നമുക്ക് നമ്മുടെ കലണ്ടറിൽ നോക്കുന്ന ഒരു ഫീല് നമുക്ക് ഇവിടുത്തെ കലണ്ടറിലൊന്നും കിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പുറകാലെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ കാണാൻ പറ്റില്ല കൊച്ചിന്. ഇതാണ് അവസ്ഥ. മറ്റേതെന്ന് വെച്ചാൽ അവൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അവൾ ഇനി എത്തി നോക്കിയാൽ പോലെ അവൾക്ക് എല്ലാ വീടിൻ്റെയും മേകൾ വശം ഇങ്ങനെ അവൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇത്ര മാത്രമേ, ഇതാണ് ഞാൻ പറഞ്ഞ മലയാളിയുടെ വീട് തണ്ടിയത്. അപ്പം അത്രയേ ഉള്ളൂ. ഞങ്ങളെന്നാൽ ഡ്യൂട്ടിക്ക് ഇറങ്ങട്ടെ. പുറകാലെ ഇനി ഞാൻ ഫുൾ എൻ്റെ ഓൺ വോയിസിൽ തന്നെ, എൻ്റെ സ്വന്തം ശബ്ദത്തിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല, അത് വേറൊരു സത്യം. അപ്പം ശരി, ഓക്കെ, ബൈ, കാണാം.